ജീവനുമാകുന്നു. യേശുക്രിസ്തു തന്റെ തിരുവായി മൊഴിഞ്ഞ് ലോകത്തോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എനിക്ക് മുമ്പ് വന്ന കാര്യമല്ല, എനിക്കൊപ്പമുള്ള കാര്യമല്ല, എനിക്ക് ശേഷം ഈ ഭൂമിയിലേക്ക് വരുന്ന കാര്യമല്ല. ഞാൻ തന്നെയാകുന്ന വഴി, ഞാൻ തന്നെയാകുന്ന സത്യം, ഞാൻ തന്നെയാകുന്ന ജീവൻ എന്ന് യേശു പറയുവാനിടയായി തീർന്നു. എന്നിട്ട് യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഈ ലോകത്തോട് നോക്കി യേശുക്രിസ്തു പറയുവാനിടയായി തീർന്നു. യേശുയുടെ വെളിച്ചമാണ് ശ്രീബുദ്ധൻ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലേ, പക്ഷെ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നത് ഈ ലോകത്തോട് യേശുക്രിസ്തു അരുളി ചെയ്യുവാനിടയായി തീർന്നു. പിന്നീട് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനമാകുന്നു, ഞാൻ തന്നെ ജീവനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള ശ്രേഷ്ഠമേറിയതാകുന്ന ഒരു ഉത്തരം ഈ ലോകത്തോട് യേശുക്രിസ്തു ആരാണെന്ന് ക്രിസ്തു പരിചയപ്പെടുത്തുവാനിടയായി തീർന്നു. ഈ ലോകത്തിലേക്ക് അവതരിച്ച ഒരു ഗുരുക്കന്മാർക്കും, ഈ ലോകം കണ്ട ഒരു ചരിത്ര പുരുഷന്മാർക്കും, ഈ ലോകത്തിലേക്ക് അവതരിച്ച ഒരു ശ്രേഷ്ഠന്മാർക്കും അപ്രകാരം പറയുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു ക്രിസ്തു തന്നെ ഈ ലോകത്തോട് തന്നെ താനെ പരിചയപ്പെടുത്തുവാനിടയായി. ഒന്ന് യേശു പറഞ്ഞു, ഞാൻ വഴിയാകുന്നു, സത്യമാകുന്നു, ജീവനാകുന്നു, ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് യേശു ക്രിസ്തു ലോകത്തോട് പറയുവാനിടയായി തീർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പറഞ്ഞ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ കൂടി തന്നെ താൻ പരിചയപ്പെടുത്തിയ യേശുവിന്റെ വാക്കുകളെ നാം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമെന്നുള്ളത്, യേശുക്രിസ്തു ഒരു കേവലം പ്രവാചകൻ മാത്രമല്ല, യേശുക്രിസ്തു ഒരു കേവലം ന്യായാധിപതി മാത്രമല്ല, യേശുക്രിസ്തു ഒരു കേവലം ചരിത്ര പുരുഷൻ മാത്രമല്ല, യേശുക്രിസ്തു ഒരു കേവലം സമ്പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല. യേശുക്രിസ്തു പറഞ്ഞ യേശുക്രിസ്തുവിന്റെ വാക്കുകളെ ഈ ലോകത്തോട് നോക്കി നാം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടി മനസ്സിലാകുന്നത്, എനിക്ക് അതിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, യേശുക്രിസ്തു ഒരു രക്ഷിതാവായ ദൈവമാണ്, യേശുക്രിസ്തു ഒരു സൗഖ്യദായകനായ ദൈവമാണ്, യേശുക്രിസ്തു ഒരു അധികാരത്തിന്റെ ദൈവമാണ്, യേശുക്രിസ്തു നിത്യജീവനെ നൽകുവാൻ മതിയായ ഒരു ദൈവമാണ്, യേശുക്രിസ്തു ഒരു സൃഷ്ടാവായ ദൈവമാണെന്ന് അതിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാനവജനത്തിന് പാപത്തിന്റെ പരിഹാരത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി ജീവിതത്തിൽ രക്ഷ നൽകി കൊടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഈ ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തു പറഞ്ഞ തന്റേതാകുന്ന വാചകങ്ങൾ നാം എന്ന് പരിശോധിച്ചാൽ 1, 2, 3 എന്ന് നക്കമിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു കേവലം ഒരു ചരിത്ര പുരുഷനല്ല, ക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, ക്രിസ്തു കേവലം ഒരു ന്യായാധിപതി മാത്രമല്ല, മറിച്ച് ക്രിസ്തു ഒരു രക്ഷിതാവാണ്, ക്രിസ്തു ഒരു സൗഖ്യദായകനാണ്, ക്രിസ്തു നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ മതിയായ ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതാകുന്ന സമയങ്ങൾ ഞങ്ങൾ ഇപ്രകാരം പറയുന്ന ഒരു വാക്കുണ്ട്, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ മനുഷ്യന് രക്ഷയെ നേടിയെടുക്കുവാൻ കഴിയും. ജീവിതത്തിൽ സമാധാനം നൽകണമെങ്കിൽ, ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കണമെങ്കിൽ, ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ഭേദം വരണമെങ്കിൽ അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് പറയുന്നത്.